നമസ്കാരം. സ്പെയിനിൽ നിന്നും ഏഷ്യയിലേക്ക് വലിയ സന്നാഹങ്ങളുമായി കപ്പലിൽ തിരിച്ച ക്രിസ്റ്റഫർ കൊളംബസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ത്യയോ ജപ്പാനോ ആണെന്ന് കരുതി അമേരിക്കയിൽ കപ്പലടുപ്പിച്ച അദ്ദേഹം ഒരു ബാഡ് മാത്തമാറ്റീഷ്യൻ ആയതുകൊണ്ടാണോ ഏകദേശം 15,000 കിലോമീറ്റർ മാറി അമേരിക്കയിൽ ലാൻഡ് ചെയ്തത്? മരണം വരെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യൻ തീരത്താണ് എത്തിച്ചേർന്നതെന്ന് വിശ്വസിച്ചാണ് അദ്ദേഹം ജീവിച്ചത്. എന്തായിരിക്കും കാരണം? ഇനി മറ്റൊരു സംഭവം പറയാം. കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് നാസ നിർമ്മിച്ച ബഹിരാകാശ പേടകം ചൊവ്വയെ ലക്ഷ്യമാക്കി കുതിക്കുന്നു. മാസങ്ങളോളം ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരുടെ അധ്വാനം. പക്ഷെ ചൊവ്വയുടെ അടുത്തെത്തിയപ്പോൾ ഈ പേടകം കത്തിനശിച്ചു. ശരിക്കും ഇതിനു പിന്നിൽ അന്യഗ്രഹ ജീവികളോ മറ്റ് വലിയ സാങ്കേതിക തകരാറുകളോ ആയിരുന്നില്ല കാരണം. അപ്പോൾ എന്തായിരിക്കും കാരണം? AM സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആഷിഖ്. നമ്മുടെ ചുറ്റും നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ അളവുകളുണ്ട്. നീളം, വലിപ്പം, ഉയരം, ഒരു വസ്തുവിൻ്റെ ഭാരം, ഏരിയ, സുഖം, സന്തോഷം, വേദന, ഇവയെല്ലാം നമുക്ക് അളക്കാവുന്ന ക്വാണ്ടിറ്റികളാണ്. പക്ഷേ ഈ പറഞ്ഞ ക്വാണ്ടിറ്റികളെ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവയെല്ലാം ഒരുപോലെ അളക്കാൻ കഴിയുന്നവയല്ല. ചിലത് ഓരോരുത്തർക്കും വ്യത്യസ്തമായി അനുഭവപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് സന്തോഷം, സുഖം, ഇവയെല്ലാം ഓരോരുത്തർക്കും വേറെ വേറെയാണ് അനുഭവപ്പെടുക. അപ്പോൾ ഇത് അളന്നു കഴിഞ്ഞാലും വേറെ വേറെ അളവുകളാണ് നമുക്ക് ലഭിക്കുക. അതായത് സുഖം, ദുഃഖം പോലെയുള്ള അളവുകൾ, ക്വാണ്ടിറ്റീസ്, അളക്കുന്ന ആളിനെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതേസമയം മറ്റു ക്വാണ്ടിറ്റികൾ, നീളം, വീതി, ഭാരം, ബലം, ഫോഴ്സ്, ഏരിയ, ഇമ്പൾസ് തുടങ്ങിയ ക്വാണ്ടിറ്റികൾ അളക്കുന്ന ആളിനെ അനുസരിച്ച് മാറുന്ന തരത്തിലുള്ള ക്വാണ്ടിറ്റികളല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചില ക്വാണ്ടിറ്റികൾ അളക്കുന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ക്വാണ്ടിറ്റികൾ ആരളന്നാലും ഒരേ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ക്വാണ്ടിറ്റികളാണ്. അങ്ങനെ അളക്കുന്ന ആളിനെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ സബ്ജക്റ്റീവ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. അങ്ങനെ ആരളന്നാലും ഒരേ ഉത്തരം കിട്ടുന്ന ക്വാണ്ടിറ്റികൾ, അവയെ നമ്മൾക്ക് ഒബ്ജക്റ്റീവ് ക്വാണ്ടിറ്റീസ് എന്നും വിളിക്കാം. ഫിസിക്സിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക അളവുകൾ എന്ന് നമ്മൾ പറയുന്നത് ഈ ഒബ്ജക്റ്റീവ് ക്വാണ്ടിറ്റീസിനെ പറ്റിയാണ്. നമ്മൾ ആരളന്നു കഴിഞ്ഞാലും, ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആരളന്നു കഴിഞ്ഞാലും ഒരേ ഉത്തരം കിട്ടുന്നവയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് ഫിസിക്സിൽ പറയുന്നത്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റിയും അവയുടെ യൂണിറ്റുകളെ പറ്റിയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ചോദ്യം, അപ്പോൾ എത്ര തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്? 100 ആണോ? ആയിരക്കണക്കിന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് പറയാം. ഈ ആയിരക്കണക്കിന് ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയും വെറും 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ കോമ്പിനേഷൻസ് കൊണ്ട് നിർമ്മിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതെ, ഈ ആയിരക്കണക്കിന് ക്വാണ്ടിറ്റികളെയും ഭരിക്കുന്നത് ഈ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് അടിസ്ഥാന അളവുകൾ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അവയുടെ കോമ്പിനേഷൻ കൊണ്ട് നമ്മൾക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നവയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് അല്ലെങ്കിൽ മലയാളത്തിൽ വ്യുൽപ്പന്ന അളവുകൾ. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായി തരംതിരിക്കാം: ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഏതൊക്കെയാണ് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് നിലവിലുള്ളത്. ലെങ്ത്, മാസ്, ടൈം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറൻറ്റ്. ഇവയാണ് ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതായത് ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെയും തമ്മിൽ ഗുണിച്ചോ ഹരിച്ചോ നമുക്ക് മറ്റു ക്വാണ്ടിറ്റികൾ ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ മനസ്സിലാവാൻ ഒരു ഉദാഹരണം നോക്കാം. ഫോർ എക്സാമ്പിൾ, സ്പീഡ്, വേഗത. ഒരു വസ്തു എത്ര ദൂരം എത്ര സമയം കൊണ്ട് സഞ്ചരിച്ചു എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭൗതിക അളവ്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് സ്പീഡ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ സ്പീഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്പീഡിൻ്റെ യൂണിറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് എന്നാൽ ദൂരം ബൈ സമയം. ദൂരം എന്നാൽ ലെങ്ത് ആണ്. ലെങ്ത്തും ടൈമും ചേർന്നാണ് സ്പീഡ്, വേഗത എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മറ്റേത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഫോഴ്സ്, മൊമെൻറ്റം, ആക്സിലറേഷൻ, ഏരിയ, വോളിയം, മറ്റേത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു നോക്കിക്കഴിഞ്ഞാലും
അവയെല്ലാം ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ എത്ര ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്? ആയിരക്കണക്കിന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഒഴികെ മറ്റുള്ളവയെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. പണ്ട് നമ്മുടെ കാരണവർമാർ ഉപയോഗിച്ചിരുന്ന അളവുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചാൺ, മുഴം, കോൽ ഇവയെല്ലാം നീളത്തെ സൂചിപ്പിക്കുന്ന യൂണിറ്റുകളായിരുന്നു. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ യൂണിറ്റുകൾ അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് മാസ്, നമ്മൾ മാസ് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം പോലുള്ള യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും യൂണിറ്റുകൾ അനിവാര്യമാണ്. സമയം അളക്കാൻ ഉപയോഗിച്ചിരുന്നത് നാഴിക, വിനാഴിക പോലുള്ള യൂണിറ്റുകളായിരുന്നു. ഇങ്ങനെ ഓരോ പ്രദേശത്തും അവിടുത്തെ പ്രാദേശിക സാംസ്കാരിക അന്തരീക്ഷത്തിൽ നിന്നും രൂപപ്പെട്ടു വന്ന പല യൂണിറ്റുകളും നിലനിന്നിരുന്നു. ഇത് കേരളത്തിനെന്ന പോലെ മറ്റു സംസ്ഥാനങ്ങൾക്കും ലോകത്തിൻ്റെ ഓരോ കോണിലും അന്നത്തെ പ്രാദേശിക സാംസ്കാരിക ഘടനകളുടെ ഭാഗമായി പല അളവുകളും ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലുള്ള ഒരാൾക്ക് ഒരു മുഴം എന്ന് പറഞ്ഞാൽ എത്ര നീളം ഉണ്ടാകുമെന്ന് കറക്റ്റ് അറിയാം. പക്ഷേ ഡൽഹിയിലുള്ള ഒരാളുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ അവർക്കൊരു മുഴം എത്രയാണെന്ന് അറിയില്ലെങ്കിൽ ആശയവിനിമയം കൃത്യമായി നടത്താൻ കഴിയില്ല. ഇതേ പ്രശ്നം രാജ്യങ്ങൾക്കിടയിൽ, ഒരു രാജ്യത്തുള്ള ആൾ മറ്റൊരു രാജ്യത്തിലേക്ക് കച്ചവട ആവശ്യത്തിനായി പോകുമ്പോൾ യൂണിറ്റുകൾ തമ്മിൽ ഉണ്ടാവുന്ന ആശയക്കുഴപ്പം വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ വിഷയം, അതും ഇതുപോലെ ഒരു യൂണിറ്റിൻ്റെ ആശയക്കുഴപ്പത്തിൽ വന്നതാണ്. ഏകദേശം 15,000 കിലോമീറ്റർ മാറി ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം അമേരിക്ക ഡിസ്കവർ ചെയ്യുകയായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? സ്പെയിനിൽ നിന്നും ഏഷ്യയിലേക്കുള്ള കടൽ മാർഗമുള്ള യാത്ര. അദ്ദേഹം റെഫർ ചെയ്ത പുസ്തകം അറേബ്യൻ ശാസ്ത്രജ്ഞരുടേതായിരുന്നു. അറേബ്യൻ ശാസ്ത്രജ്ഞർ അന്ന് ഉപയോഗിച്ചിരുന്നത് നീളമളക്കാൻ അറബിക് മൈലുകളായിരുന്നു. ഇറ്റലിക്കാരനായ ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും അദ്ദേഹം റോമൻ മൈലുകളിലായിരുന്നു അളവുകൾ രേഖപ്പെടുത്തി ശീലിച്ചിരുന്നത്. അദ്ദേഹം ഈ അറബിക് മൈലുകൾ, ഈ പുസ്തകം റെഫർ ചെയ്തപ്പോൾ ഈ അറബിക് മൈലുകൾ റോമൻ മൈലുകളാണെന്ന് തെറ്റിദ്ധരിക്കുകയും അതുപയോഗിച്ചാണ് അദ്ദേഹം റൂട്ട് പ്ലാൻ ചെയ്തത്. ശരിക്കും അറബിക് മൈലും റോമൻ മൈലുകളും തമ്മിൽ ഏകദേശം 400 മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അത് സ്പെയിനിൽ നിന്ന് ഏഷ്യയിൽ എത്തുമ്പോഴേക്കും ഏകദേശം 15,000 കിലോമീറ്ററുകളായി മാറി. ഇവിടെ യൂണിറ്റുകൾ തമ്മിലുണ്ടായ ആശയക്കുഴപ്പമാണ് അദ്ദേഹത്തിന് അമേരിക്കയിൽ എത്തിച്ചത്. ഇനി അടുത്ത സംഭവം പറയാം. 1998 ചൊവ്വയിലേക്കായി അമേരിക്ക നിർമ്മിച്ച മാർസ് ക്ലൈമറ്റ് ഓർബിറ്റർ, $125 മില്യൺ ചിലവഴിച്ച് നിർമ്മിച്ച ഈ ബഹിരാകാശ പേടകം മാസങ്ങളോളം യാത്ര ചെയ്ത് ചൊവ്വയുടെ അടുത്തെത്തി. പക്ഷേ വിജയം ആഘോഷിക്കാൻ കാത്തിരുന്ന ആ നിമിഷത്തിൽ പേടകം അപ്രത്യക്ഷമായി. ഇവിടെ സംഭവിച്ചത് ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ 2 ടീമുകൾ തമ്മിലുള്ള ആശയക്കുഴപ്പമാണ്. പേടകത്തിൻ്റെ ത്രസ്റ്റേഴ്സ് എത്ര ശക്തിയിൽ പ്രവർത്തിക്കണം എന്ന് കണക്കാക്കുന്ന സോഫ്റ്റ്വെയറിൽ ഒരു ടീം ഇംഗ്ലീഷ് യൂണിറ്റിലും മറ്റൊരു ടീം മെട്രിക് സിസ്റ്റത്തിലുമായിരുന്നു അടയാളപ്പെടുത്തിയിരുന്നത്. ഇംഗ്ലീഷ് യൂണിറ്റ് എന്നാൽ പണ്ട് ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ഇമ്പീരിയൽ സിസ്റ്റമാണ്. അതായത് നമ്മളിവിടെ മാസ് മെഷർ ചെയ്യാൻ കിലോഗ്രാം ഉപയോഗിക്കുമ്പോൾ അവരിപ്പോഴും പൗണ്ടാണ് ഉപയോഗിക്കുന്നത്. പൗണ്ടും കിലോഗ്രാമും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് യൂണിറ്റുകളാണ്. നാസയുടെ ടീം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മെട്രിക് യൂണിറ്റുകളാണ്. മെട്രിക് യൂണിറ്റുകൾ എന്നാൽ മാസ് അളക്കാൻ കിലോഗ്രാം, ടൈം അളക്കാൻ സെക്കൻഡ്, ലെങ്ത് അളക്കാൻ മീറ്റർ, ഇവയാണ് മെട്രിക് യൂണിറ്റുകൾ. ഇതായിരുന്നു നാസ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂണിറ്റുകൾ. അപ്പോൾ സ്വാഭാവികമായും സോഫ്റ്റ്വെയറിൽ കണ്ട ഡാറ്റ മെട്രിക്കിലായിരിക്കുമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. വ്യത്യാസം സോഫ്റ്റ്വെയറിൽ വന്നപ്പോൾ പേടകം ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ വിചാരിച്ചതിനേക്കാൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അന്തരീക്ഷവും പേടകവുമായിട്ടുള്ള ഘർഷണം, ഫ്രിക്ഷൻ കാരണം അത് കത്തി നശിക്കുകയായിരുന്നു. ഒരു യൂണിറ്റ് മാറിക്കഴിഞ്ഞാൽ കോടികളുടെ നഷ്ടം മാത്രമല്ല, വർഷങ്ങളുടെ അധ്വാനം കൂടിയാണ് നഷ്ടമാവുന്നത്. ഇതൊക്കെ കൊണ്ട് ലോകം മുഴുവൻ ഒരേ യൂണിറ്റിലേക്ക് മാറണം എന്നൊരു ഐഡിയ ലോകരാജ്യങ്ങൾക്കിടയിൽ അന്ന് ഉരുത്തിരിഞ്ഞു വന്നു.
പണ്ട് ഓരോ രാജ്യത്തും ഓരോ യൂണിറ്റുകളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഫ്രാൻസിലൊരു യൂണിറ്റ്, ഇംഗ്ലണ്ടിലൊരു യൂണിറ്റ്, ഇന്ത്യയിലൊരു യൂണിറ്റ്, ചൈനയിലൊരു യൂണിറ്റ്, അങ്ങനെ പല രാജ്യങ്ങൾക്കും പല യൂണിറ്റുകൾ, ഇന്നും പല യൂണിറ്റുകൾ നിലവിൽ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അമേരിക്ക ഇപ്പോഴും ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ഫാരൻഹീറ്റിലാണ്. നമ്മൾ ഇന്ത്യയിൽ സെൽഷ്യസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അമേരിക്കയിൽ ഇപ്പോഴും പൗണ്ട്, ഫീറ്റ് ഇവയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്, നീളവും മാസും എല്ലാം അളക്കാൻ. അങ്ങനെ 1960കളിലാണ് ലോകം മുഴുവൻ ഏകീകൃത യൂണിറ്റ് സിസ്റ്റം വേണമെന്ന് അംഗീകരിച്ചത്. അതിനുശേഷം ഉണ്ടായ സിസ്റ്റത്തെയാണ് SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. SI യൂണിറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങൾക്കും സയൻറ്റിഫിക് നോളജുകളും മറ്ററിവുകളും കൈമാറ്റം ചെയ്യാനും ക്രോഡീകരിച്ച ഒരു യൂണിറ്റ് സിസ്റ്റമാണ്. അതിൽ ഉദാഹരണത്തിന് മാസ് മെഷർ ചെയ്ത് രേഖപ്പെടുത്തുകയാണെങ്കിൽ കിലോഗ്രാമിലായിരിക്കണം, ലെങ്ത് മെഷർ ചെയ്ത് രേഖപ്പെടുത്തുകയാണെങ്കിൽ മീറ്ററിലായിരിക്കണം, ടൈം ആണെങ്കിൽ സെക്കൻഡിലായിരിക്കണം, ലൂമിനസ് ഇൻറ്റൻസിറ്റി പ്രകാശ തീവ്രത ആണെങ്കിൽ അത് കാൻഡിലയിലായിരിക്കണം, ടെമ്പറേച്ചർ മെഷർ ചെയ്ത് രേഖപ്പെടുത്തുകയാണെങ്കിൽ കെൽവിനിലായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്, ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ ആംപിയർ. ഈ 7 അടിസ്ഥാന അളവുകളും അതിൻ്റെ SI യൂണിറ്റുകളിലായിരിക്കണം അടയാളപ്പെടുത്തേണ്ടത്. ഇതാണ് അന്ന് 1960 എല്ലാ രാജ്യങ്ങളും ഏകീകൃതമായി അംഗീകരിച്ച SI യൂണിറ്റ് സിസ്റ്റം. ഇത് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി ശാസ്ത്ര നോളജ്, സയൻറ്റിഫിക് നോളജ് കൈമാറുമ്പോഴുള്ള ആശയക്കുഴപ്പങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കും. അപ്പോൾ നമുക്ക് വരുന്ന അടുത്ത ചോദ്യമാണ്, ഇവിടെ 1 മീറ്റർ നീളം മീറ്ററിലാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1 മീറ്റർ എത്രയാണ് എന്ന് ആരാണ് നിശ്ചയിക്കുന്നത്? പണ്ട് ഒരു മുഴം എത്രയാണെന്ന് നമ്മൾ കേരളീയർ ആണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷെ 1 മീറ്റർ എത്രയാണെന്ന് ആരാണ് നിശ്ചയിക്കുന്നത്? എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഒരു യൂണിറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് 1 മീറ്റർ എത്ര നീളം ഉണ്ടാവണം എന്ന് നിശ്ചയിക്കുന്നതിന് നമുക്ക് റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് വേണം. ആ റെഫറൻസ് എങ്ങനെയുള്ള റെഫറൻസ് ആയിരിക്കണം? കാലാവസ്ഥാ വ്യതിയാനങ്ങളോ മറ്റു ബാഹ്യ ഇടപെടലുകൾ കൊണ്ടോ അതിൽ മാറ്റമുണ്ടാകാൻ പാടില്ല. ലോകത്ത് ഏത് കോണിലിരുന്നാലും അത് ഫിക്സ്ഡ് ആയി നിലനിൽക്കണം, അല്ലെങ്കിൽ വീണ്ടും ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാവും. അങ്ങനെ എന്ത് ക്വാണ്ടിറ്റിയാണുള്ളത്? ഇന്ന് ഈ SI യൂണിറ്റുകളെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ പ്രപഞ്ചത്തിലെ ചില കോൺസ്റ്റന്റുകളെ ഉപയോഗിച്ചുകൊണ്ടാണ്, നാച്ചുറൽ കോൺസ്റ്റൻസ്. ഉദാഹരണത്തിന് 1 മീറ്ററിൻ്റെ ഡെഫിനിഷൻ തന്നെ നമുക്ക് എടുത്തു നോക്കാം. 1 മീറ്റർ നിർവചിച്ചിരിക്കുന്നത് പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കുന്ന ദൂരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വ്യക്തമായി പറഞ്ഞാൽ, ശൂന്യതയിൽ പ്രകാശം അതിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ 1 സെക്കൻഡിൻ്റെ 30 കോടിയിൽ 1 അംശം സമയം കൊണ്ട് അത് സഞ്ചരിക്കുന്ന നീളത്തെയാണ് നമ്മൾ ഇന്ന് 1 മീറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കുന്ന വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതൊരു നാച്ചുറൽ കോൺസ്റ്റന്റ് ആണ്. ഒരു ബാഹ്യ ഇടപെടലുകൾ കൊണ്ടും അത് മാറാൻ പോകുന്നില്ല. അതുപോലെ 1 സെക്കൻഡ്, 1 സെക്കൻഡിന് എത്ര ദൈർഘ്യമുണ്ട് എന്ന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 133ാമത്തെ എലമെന്റ് സീഷ്യം ആറ്റത്തെയാണ് അതിന് നമ്മൾ എടുത്തിരിക്കുന്നത്. 919 കോടി തവണ സീഷ്യം ആറ്റം വൈബ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ 1 സെക്കൻഡ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ വൈബ്രേഷൻസ് മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും അതിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 1 സെക്കൻഡ് എന്നാൽ ഫിക്സ്ഡ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഫിക്സ്ഡ് ആണ്. അറ്റോമിക് ക്ലോക്കുകൾ സമയം 1 സെക്കൻഡ് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് സീഷ്യം ആറ്റം ഉപയോഗിച്ചാണ്. നമ്മുടെ വാച്ച് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ സമയം തെറ്റി 1-2 സെക്കൻഡ് മാറി ഓടിയേക്കാം. പക്ഷേ ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഈ അറ്റോമിക് ക്ലോക്കുകൾ ഒരിക്കലും 1 സെക്കൻഡ് പോലും വർഷങ്ങൾ, 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും മാറില്ല. ഇതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ GPS പോലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ ജീവിതം ലഘൂകരിക്കാൻ നമുക്കിന്ന് യൂസ് ചെയ്യാൻ പോലും കഴിയുന്നത്. ഇനി ഒരു വസ്തുവിൻ്റെ ഭാരം 1 കിലോഗ്രാം എത്രയാണെന്ന് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരു നാച്ചുറൽ കോൺസ്റ്റന്റ് ആയ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഇതുപോലെ മറ്റു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകൾക്കും ഓരോ നിർവചനങ്ങളുണ്ട്. അതെല്ലാം നാച്ചുറൽ കോൺസ്റ്റൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ മീറ്റർ ആയാലും കിലോഗ്രാം ആയാലും സെക്കൻഡ് ആയാലും മറ്റ് യൂണിറ്റുകളായാലും എല്ലാം പ്രകാശത്തിൻ്റെ ശൂന്യതയിലുള്ള വേഗത, ആറ്റങ്ങളുടെ വൈബ്രേഷൻ, മറ്റ് പ്രപഞ്ച നിയമങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ആണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി അളന്നു കഴിഞ്ഞാലും, ആരളന്നു കഴിഞ്ഞാലും
ഈ അളവുകൾ തെറ്റില്ലാതെ കണ്ടെത്താൻ കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളിന്ന് കണ്ട യൂണിറ്റുകൾ എന്നത് വെറും അക്കങ്ങളല്ല, മനുഷ്യർ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. കൊളംബസിന്റെ കാലത്ത് ഒരു ചെറിയ മൈൽ വ്യത്യാസം കാരണം ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടു. നാസയുടെ കാലത്ത് ഒരു യൂണിറ്റ് മാറിയത് കാരണം കോടികളുടെ നഷ്ടവും വർഷങ്ങളുടെ അധ്വാനവുമാണ് നമുക്ക് വിലയായി കൊടുക്കേണ്ടി വന്നത്. നമ്മളിന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന 7 ഫണ്ടമെന്റൽ ക്വാളിറ്റീസ്, അവ വെറും സയൻസ് മാത്രമല്ല, ലോകത്തെവിടെയുള്ള മനുഷ്യർക്കും പരസ്പരം വിശ്വസിക്കാനും കച്ചവടം ചെയ്യാനും ആശയവിനിമയം നടത്താനും ശാസ്ത്രീയമായി സംവദിക്കാനും ഉതകുന്ന ഒരു പൊതുഭാഷയാണ്. നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ചാണും മുഴവുമെല്ലാം ആധുനിക യൂണിറ്റുകൾക്ക് വഴിമാറുന്നത് ലോകം ഒന്നായി മുന്നോട്ട് ചലിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. അടുത്ത തവണ നിങ്ങളൊരു മീറ്റർ തുണി വാങ്ങുമ്പോഴോ 2 കിലോ പഞ്ചസാര വാങ്ങുമ്പോഴോ ഓർക്കുക, ആ ലളിതമായ അളവിന് പിന്നിൽ പ്രകാശത്തിൻ്റെ വേഗതയും ആറ്റങ്ങളുടെ സ്പന്ദനവും ചരിത്രത്തിലെ വലിയ പാഠങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. യൂണിറ്റുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.